ഇന്ത്യൻ മാർക്കറ്റ് കാണാൻ പോകുന്ന അടുത്ത ഇലക്ട്രിക് തരംഗമായിരിക്കും വിൻഫാസ്റ്റ്. വിൻഫാസ്റ്റ് രണ്ട് മോഡലായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്, VF6 ആൻഡ് VF7. ഇതാണ് VF7, അതായത് ടോപ്പ് ഓഫ് ദ ലൈൻ വിൻഫാസ്റ്റിൻ്റെ ഇലക്ട്രിക് വാഹനമായ VF7 ആണ് ഇന്ന് പൈലറ്റ് ഓൺ വീൽസിൽ. എനിക്ക് തോന്നുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു വിൻഫാസ്റ്റിൻ്റെ VF7 നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ വിൻഫാസ്റ്റ് എന്ന് പറയുന്നത് വിൻ ഗ്രൂപ്പിൻ്റെ ഒരു ഓട്ടോമൊബൈൽ സെക്ടറാണ്. അപ്പോൾ നമുക്ക് വിൻഫാസ്റ്റിലേക്ക് പോകുന്നതിന് വിൻ ഗ്രൂപ്പ് എന്താണെന്ന് നോക്കാം. വിൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വിയറ്റ്നാം കമ്പനിയാണ്. വിയറ്റ്നാമിൽ ഉള്ള ഒരു ഗ്രൂപ്പാണ്, അല്ലെ അതിനെപ്പറ്റി ഞാൻ ഭയങ്കരമായി വൈഡായിട്ട് പോകുന്നില്ല. പക്ഷേ വിൻ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്നതാണ് വിൻഫാസ്റ്റ് എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ സെക്ടർ. ആ ഒരു വിൻ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ ഏകദേശം 32 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷേ അതിനകത്ത് ഓട്ടോമൊബൈൽ സെക്ടർ സ്റ്റാർട്ട് ചെയ്തിട്ട് വെറും 7-8 വർഷം മാത്രമേ ഉള്ളൂ. 2017 വിൻഫാസ്റ്റ് എന്ന ഓട്ടോമൊബൈൽ സെക്ടർ വിൻ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത്. അതിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഐസി എഞ്ചിനൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവർ കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രിക്കിലേക്ക് മാറിയത് 2022 ദാറ്റ് ഈസ് എ പോയിന്റ്. 2022 മുതൽ ഇപ്പോൾ വരെ നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ സെല്ലിങ് എ ലോട്ട് ഓഫ് കാർസ്. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വിയറ്റ്നാമിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിയറ്റ്നാം കമ്പനിയാണെന്ന് പറഞ്ഞു. വിയറ്റ്നാമിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ മാരുതിക്കുള്ള മാർക്കറ്റ് ഷെയർ ഏകദേശം 35% ആണ് മാരുതിക്ക് മാത്രം. അതായത് ഏറ്റവും കൂടുതൽ വാഹനം വിൽക്കുന്ന ഇന്ത്യയിലെ കമ്പനിയാണെന്ന് വെച്ചാൽ മാരുതിയാണെന്ന് നമുക്ക് പറയാം. ആ ഒരു മാർക്കറ്റ് ഷെയർ വിയറ്റ്നാമിൽ വിൻഫാസ്റ്റിനുണ്ട്. അത്രയും പോപ്പുലർ ആണ് വിയറ്റ്നാമിൽ വിൻഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു മാനുഫാക്ചർ. ഈ ഒരു 3 വർഷം കൊണ്ട് ഇലക്ട്രിക് കാറുകളുടെ അല്ലെങ്കിൽ ഇലക്ട്രിക് മാനുഫാക്ചേഴ്സിൻ്റെ മെയിൻ ലിസ്റ്റിലേക്ക് വിൻഫാസ്റ്റിന് എത്താൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ സെയിൽസ് ഇപ്പം യു എസിൽ ഇവരുടെ പ്രസൻസ് ഉണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസ്, ഇപ്പോൾ ജർമ്മനിയിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും നെതർലൻഡ്സിലാണെങ്കിലും എല്ലാം ഇപ്പോൾ പ്രസൻസ് വിൻഫാസ്റ്റിൻ്റെ ഉണ്ട്. ഇത് കൂടാതെ ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. സോ ഈ ഒരു 3 years ടൈമിൽ എവിടെയൊക്കെ ഗ്രോ ചെയ്യാൻ പറ്റും അവിടെ എല്ലാം തന്നെ വിൻഫാസ്റ്റിൻ്റെ പ്രസൻസ് അറിയിച്ചു കഴിഞ്ഞു. ഇത് കൂടാതെ ചൈനയിലേക്കും ഇപ്പോൾ എൻട്രി തുടങ്ങുകയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത് തന്നെ ദേ നോട്ട് കമ്മിങ് ജസ്റ്റ് ഒരു വന്ന് പോകാനായിട്ടുള്ള ഒരു വരവല്ല. ഏകദേശം 400 ഏക്കർ സ്ഥലമാണ് തൂത്തുക്കുടിയിൽ ഈ വിൻഫാസ്റ്റ് പ്ലാന്റ്സിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. അത് ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടി മാത്രമല്ല, എക്സ്പോർട്ടും ഇവിടുന്ന് തന്നെ ഉണ്ടാകും. അതുപോലെ ഏകദേശം 16,000 crore റുപ്പീസാണ് ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അവർ മുടക്കാനായിട്ടിരിക്കുന്നത്. അത്രയും വലിയ പ്ലാനോട് കൂടിയാണ്, വിത്ത് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ, ഗുഡ് വെഹിക്കിൾസ്, ഗുഡ് ഇലക്ട്രിക് വെഹിക്കിൾസ്. അത് മാത്രം ഇലക്ട്രിക് മാത്രമായിരിക്കും ഉണ്ടാകും. അങ്ങനെയുള്ളൊരു സ്ട്രക്ചറിലാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വിൻഫാസ്റ്റ് എന്ന് പറയുന്ന കമ്പനി വരുന്നത്. അപ്പോൾ വിൻ ഗ്രൂപ്പിനെ പറ്റിയും വിൻഫാസ്റ്റിനെ പറ്റിയും ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്ന 2 മോഡൽസിനെ പറ്റി സംസാരിക്കാം. ഒന്ന് VF6, അതായത് ഒരു എൻട്രി മോഡൽ എന്നുള്ള രീതിയിൽ VF6 വരുന്നുണ്ട്. അത് കൂടാതെ ടോപ്പ് ദ ലൈൻ എന്നുള്ള രീതിയിൽ VF7 വരുന്നുണ്ട്. VF7 ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഫുൾ സ്പെക്കിൽ അല്ലെങ്കിൽ ഫുൾ ഒരു ടോപ്പ് ഓഫ് ദ ലൈൻ ഒരു ഡ്യുവൽ മോട്ടർ അല്ലെങ്കിൽ 4-wheel ഡ്രൈവ് എന്നൊക്കെ പറയുന്ന രീതിയിൽ വരുന്ന VF7. സോ ഈ VF7 ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഓട്ടോ എക്സ്പോയ്ക്കാണ്. പക്ഷെ അത് അവിടുന്ന് വന്ന വാഹനമായിരുന്നു, പുറത്ത് അല്ലെങ്കിൽ CPU മോഡൽ അല്ലെങ്കിൽ പുറത്തുള്ള വാഹനമായിരുന്നു. പക്ഷേ ഇത് ലോഞ്ച് ചെയ്തത് ഈ ഓണത്തിൻ്റെ സമയത്താണ്. ഈ വാഹനം ലോഞ്ച് ചെയ്തത് വിത്ത് പ്രൈസ് അനൗൺസ്മെൻറ്റ്. പ്രൈസ് ഗംഭീരമാണ്, അതിലേക്ക് വരാം ഞാൻ അതിന് മുമ്പ്. പക്ഷെ അന്ന് ഞാൻ കാണുമ്പോൾ ഈ ഒരു പ്രസൻസ് എനിക്ക് അവിടെ ഫീൽ ചെയ്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ആക്ച്വലി വരുമ്പോൾ ഈ വാഹനം ഈ ഒരു ഭാഗത്ത് തന്നെ കിടക്കാണ്. ബ്യൂട്ടിഫുൾ. അത് എനിക്ക് ഒരു എക്സാജറേഷൻ ആണെന്ന് ആരും വിചാരിക്കുന്ന. കണ്ടപ്പോൾ ഒരു ഗംഭീര ലുക്കായിരുന്നു ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഈ വാഹനം കിടക്കുന്നത് കണ്ടപ്പോൾ. ഇറ്റ് ഫെൽറ്റ് സോ ഗുഡ്. സോ അതാണ് VF7ൻ്റെ റോഡ് പ്രസൻസ് എന്ന് പറയുന്നത്. ആ ഒരു കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഫ്രണ്ടാണ് വരുന്നത്. അതിൻ്റെ ആ ഒരു അല്ലെങ്കിൽ വിൻഫാസ്റ്റിൻ്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളെല്ലാം വന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് എന്നുള്ളൊരു ഫീല് എനിക്ക് ഇതിൻ്റെ ഓവറോൾ ലുക്കിൽ എനിക്ക് കിട്ടുന്നുണ്ട്. സോ ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ വിഡ്ത്തും ലെങ്ത്തും സൈസും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സിഗ്നേച്ചർ V നമുക്ക് ബാഡ്ജിങ് കിട്ടുന്നത്. അത് കൂടാതെ ഈ ഒരു DR-ലും ആ ഒരു V ഷേപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. അത് കൂടാതെ LED ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. ഇവിടെ ഒരു എയർ ലാമ്പ് അല്ലെങ്കിൽ ഒരു എയർ കർട്ടൻ വരുന്നുണ്ട്. ബമ്പർ ലുക്സ് ബിഗ്, റഡാർ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആണ്. ഫ്രണ്ട് ഡെഫിനറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ലുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിഗ്നൽ ലൈറ്റ്, ഇതാണ് ഇൻഡിക്കേറ്റർ. ഈ ഇൻഡിക്കേറ്റർ നമ്മൾ മറ്റൊരു വാഹനത്തിലും കണ്ടിട്ടുണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ. ഇനി അത് ഏതാണെന്ന് ഞാൻ പറഞ്ഞ് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കില്ല. പക്ഷേ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. എന്താണെങ്കിലും ഈ ഒരു ക്ലാഡിങ്ങിൽ സൈഡിൽ വന്നിരിക്കുന്ന ഈ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ മറ്റു വാഹനത്തിൽ അല്ലെങ്കിൽ വേറൊരു ഇലക്ട്രിക് വാഹനത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. സോ അതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ
ഒരു സ്റ്റൈലിംഗ്, ബട്ട് ഇറ്റ് ലുക്സ് നൈസ്, ഡിഫറെൻറ്റ് എന്നുള്ളൊരു ഫീലാണ് എനിക്ക് ഫ്രണ്ട് നോക്കും. VF7ൻ്റെ ഓവറോൾ ഡയമെൻഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ലെങ്ത് ഏകദേശം 4545 mm വരുന്നത്. വിഡ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ 1890, ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ 1636 mm വരുന്നത്. കൂടാതെ വീൽ ബേസ് 2840 mm വീൽ ബേസും കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇൻറ്റീരിയർ സ്പേസിനോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ സൈസിനോ ഒന്നും ഒരു കുറവും ഉണ്ടാവില്ല ഒരു ഭാഗത്തും. സോ ഓവറോൾ ലെങ്ത് ഏകദേശം 4.5 മീറ്ററിന് മുകളിൽ വരും, അതായത് ഏകദേശം 4500 mm അടുത്താണ് അല്ലെങ്കിൽ മില്ലിമീറ്റർ മുകളിലാണ് ഈ ഒരു ലെങ്ത് വരുന്നത്. സോ ചെറിയ വാഹനമായിട്ട് ഒരു കാരണവശാലും ഇത് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ എൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടി തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ റോഡുകളെ ഒക്കെ വെച്ചിട്ടായിരിക്കും മറ്റ് കൺട്രീസ് വെച്ച് നോക്കുമ്പോൾ എന്താണെങ്കിലും 190 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഇപ്പോൾ വരുന്നുണ്ട്. അതുപോലെ ഇന്ത്യൻ സ്പെക്കിന് വേണ്ടിയിട്ട് 19-inch അലോയ് വീൽസും കൂടെ നൽകുന്നുണ്ട്. അതൊരു ഇലക്ട്രിക് കാറിന് വേണ്ടിയിട്ടുള്ള അലോയ് വീൽസാണ് വരുന്നത്. വീൽസ് വരുന്നത് 245/50 R19 വീൽസുമാണ് ഇപ്പോൾ വരുന്നത്. സോ അതാണ് ഈ ഒരു സൈഡ് പ്രൊഫൈൽ. അതുപോലെ ഡോർ ആണെങ്കിൽ ഒരു ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. ഇങ്ങനെയാണ് ഡോർ ഓപ്പൺ ചെയ്യുന്നത്. കൊള്ളാലോ, നൈസ്. ഡോറ് നല്ല ഹെവിയാണ്. അതുപോലെ തന്നെ ചാർജിങ് പോർട്ട് ഈ ഒരു ഭാഗത്താണ്. DC AC ചാർജർ കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഇതാണ് സൈഡ് പ്രൊഫൈൽ. ഞാൻ ഒരുപാട് എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല, കാരണം നമ്മളുടെ ലോഞ്ചിൻ്റെ സമയത്ത് ഡെഫിനറ്റ്ലി നമ്മളിൻ്റെ കംപ്ലീറ്റ് വാക്ക് റൗണ്ട് നടത്തിയാണ്. പക്ഷേ ഓവറോൾ ലുക്ക് സൈഡിൽ നോക്കുമ്പോൾ ഇതാണ് വരുന്നത്. ആൻഡ് ഇറ്റ്സ് നോട്ട് എ സ്മോൾ കാർ, ഇറ്റ് ലുക്സ് ബിഗ്. റിയർ ഡിസൈൻ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഫണ്ടിൽ നിന്ന് കണ്ട പോലെ തന്നെ ഡിഫറെൻ്റ് ആണ്, ടോട്ടലി ഡിഫറെൻറ്റ്. പല സ്റ്റെപ്പിലാണ് വന്നിരിക്കുന്നത്. ഓൾ ദ ലൈറ്റ്സ്, എല്ലാ ലൈറ്റും. അപ്പം നമ്മൾ ഫ്രണ്ടിൽ DRL ആ ഒരു LED DRL കണ്ട പോലെ തന്നെ നമുക്ക് ബാക്കിലും ആ ടെയിൽ ലാമ്പ് ആ ഒരു V ഷേപ്പിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഡിസൈൻ ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. ഐ റിയലി ലൈക്ക് ഇറ്റ്. ആ ഒരു സ്പോയിലർ, അതുപോലെ തന്നെ വൈപ്പർ ആണെങ്കിലും ഹിഡൻ വൈപ്പറാണ് വരുന്നത്, അകത്തോട്ട് കയറിയാണ് വരുന്നത്. 70.8 kWh ബാറ്ററി പാക്കാണ് ഇപ്പോൾ ഈ VF7 ടോപ്പത്തെ വേരിയൻറ്റ്, അതായത് ഡ്യുവൽ മോട്ടർ ഉള്ളതിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി പാക്കും അതുപോലെ മോട്ടറും കാര്യങ്ങളും എല്ലാം വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് നമ്മളൊരു കൺസേൺ ആയിട്ട് ഒരു പക്ഷേ ഫീൽ ചെയ്യാം. ഇതാണ് വരുന്നത്. ഇത് ഇലക്ട്രിക്കലി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ബൂട്ട് ലിഡാണ് വരുന്നത്. ഇതാണ് കിട്ടുന്ന ബൂട്ട് സ്പേസ്, അതായത് 537 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാ സീറ്റും നമ്മൾ ഉപയോഗിക്കുകയാണ്. ഇനി അല്ലെങ്കിൽ 60-40 എന്നുള്ള രീതിയിൽ നമുക്ക് ബാക്ക് റോ സ്പ്ലിറ്റ് ചെയ്യാം. അങ്ങനെ കുറച്ചും കൂടി ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടും. സോ ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിലും വലിയ പ്രശ്നമില്ല. ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ടെയിൽ ഗേറ്റുമാണ് നമുക്ക് VF7 കിട്ടുന്നത്. VF7ൻ്റെ ഇൻറ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ എഗൈൻ ഫ്രണ്ടും ബാക്കൊക്കെ പറഞ്ഞാൽ റിപ്പറ്റീഷൻ ആവുമെന്ന് എനിക്കറിയാം. എന്നാലും വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ ആദ്യം തന്നെ കാണുന്ന ഈ ഒരു സ്ക്രീനാണ്. ഈ സ്ക്രീനാണ് ഈ വാഹനത്തിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും. വേറെ സ്ക്രീൻ എന്നുള്ളത് ഒരൊറ്റ സ്ക്രീൻ മാത്രമാണുള്ളത്. പിന്നെയുള്ള ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ മാത്രമാണ്. പക്ഷേ ഈ സ്ക്രീനിൽ യുൽ ഗെറ്റ് എവറിത്തിങ്. ഇപ്പോൾ നമ്മളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലും കിട്ടുന്നതും അതുപോലെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ കിട്ടുന്ന എല്ലാം ഈ ഒരു 12.9 ഇഞ്ച് സ്ക്രീനിൽ നമുക്ക് കിട്ടും. സോ സ്ക്രീനിലേക്ക് വരുന്നതിന് മുമ്പ് അതിൻ്റെ ഓവറോൾ ഡിസൈൻ, ഡാഷ്ബോർഡ് ഡിസൈൻ നോക്കാം. ഈ ഒരു സ്ക്രീൻ ആണെങ്കിലും ഒരു ഡ്രൈവർ സെൻട്രിക് ആയിട്ട് കുറച്ച് ടിൽറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സോ വെരി ക്ലിയർ വിഷൻ. ആ ഒരു ഗ്ലെയർ അടിക്കുന്നുള്ള പ്രശ്നങ്ങളൊന്നും അധികം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ വരുന്നത് ഈ ഒരു ഡാഷ്ബോർഡാണ്. ലെതർ ഫിനിഷ്ഡ് ആ ഒരു ബ്രൗൺ സ്റ്റിച്ചിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത്. വളരെ എനിക്ക് മിനിമലിസ്റ്റിക് എന്ന് പറയുന്നത് വെറുതെ അല്ല. ദർ ഇസ് നത്തിങ് എൽസ് അതർ ദാൻ ദ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഈ ഒരു ഡാഷ്ബോർഡിൽ. പിന്നെ വന്നിരിക്കുന്നത് എൻ്റെ സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് നമ്മൾ നോർമലി കാണുന്നതിനേക്കാൾ കുറച്ചും കൂടി സൈസ് കുറഞ്ഞ സ്റ്റിയറിംഗ് ആണ്. ഞാനത് വാക്ക് റൗണ്ടിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഒരു സ്പോർട്സ് കാറൊക്കെ ഓടിക്കുന്ന ആ രീതിയിൽ. പണ്ട് ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് Maruti 800 നമ്മൾ പുറത്തുനിന്ന് സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ഓഫ് മാർക്കറ്റ് നമ്മൾ സ്റ്റിയറിംഗ് മേടിച്ചിട്ട് വെക്കും, ചെറിയ സ്റ്റിയറിംഗ്, ആ ഒരു സ്പോർട്സ് ഫീൽ കിട്ടാനായിട്ട്. അത് തന്നെയാണ് ഇപ്പോൾ വിൻഫാസ്റ്റ്ലി സ്റ്റിയറിംഗിൽ വന്നിരിക്കുന്നത്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ആർ ഓൾ ദേ. ഇവിടെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്, ഡ്രൈവർ സെൻട്രിക് ക്യാമറ അവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ടോഗിൾ സ്വിച്ചസ് വന്നിട്ടുണ്ട്. ഗിയർ സെലക്ടേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പാക്കുണ്ട്, ഡ്രൈവ്, ന്യൂട്രൽ, R, പിന്നെ ഒരു സ്റ്റാർ ബട്ടൺ ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വയർലെസ് ചാർജിൻ്റെ സ്പേസും നൽകിയിട്ടുണ്ട്. USB പോർട്ടാണ് 2 നൽകുന്നത്. സി ടൈപ്പ് ഞാൻ ഫ്രണ്ടിൽ കാണുന്നില്ല. കൂടാതെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സും കിട്ടുന്നുണ്ട്. ഈ ഒരു സെൻറ്ററിൽ തന്നെ നമുക്ക് ഡോർ ലോക്ക് ചെയ്യാനുള്ള ബട്ടണും വോള്യൂം സ്വിച്ച് ഓഫ്, സ്വിച്ച് ഓൺ, അതുപോലെ തന്നെ വോള്യൂം കൺട്രോളിൻ്റെ ആ ഒരു റോട്ടറി സ്വിച്ചും നമുക്ക് കിട്ടുന്നുണ്ട്. ഹസാർഡ് സ്വിച്ചും ആ ഭാഗത്ത് തന്നെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസും കിട്ടുന്നുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. ഇൻറ്റീരിയർ ലുക്സ് പ്രോപ്പർ, വെരി നൈസ്. നല്ല ക്വാളിറ്റി എനിക്ക് ഇൻറ്റീരിയറിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുപോലെ ഫ്രണ്ടിലെ 2 സീറ്റും നമുക്ക് വെന്റിലേറ്റഡ് ആണ് വരുന്നത്. സോ ആ ഒരു കൺട്രോൾ എല്ലാം നമുക്ക് ഈ ഒരു സ്ക്രീനിൽ തന്നെയാണ് വരുന്നത്. വേറെ സ്വിച്ചസ് ഒന്നുമില്ല. ഈ സ്ക്രീനിൽ തന്നെ നമുക്ക് ആ കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. സോ ചില മാനുഫാക്ചേഴ്സ് എല്ലാം കൊണ്ടുവരുന്നത് വലിയ സ്ക്രീൻ, കറങ്ങുന്ന സ്ക്രീൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് 12.9 ഒരു സ്ക്രീനാണ്. അതിനകത്ത് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഈ വാഹനത്തിൻ്റെ റേഞ്ച് കാര്യങ്ങളെല്ലാം. ഇപ്പോൾ 69% ഇപ്പോൾ ഈ വാഹനത്തിൽ ചാർജ് ഉള്ളത്. 69% ഫുൾ AC. ഇപ്പോൾ AC ഓൺ ആണ്. AC ഓൺ ആയിരിക്കുമ്പോൾ തന്നെ 69% നമുക്ക് 352
കിലോമീറ്റേഴ്സ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഫുൾ ചാർജ് ആണെങ്കിൽ 500-ന് മുകളിൽ കിട്ടാനുള്ള സാധ്യത ഡെഫിനറ്റ്ലി ഇതിനകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ ആ ഒരു റേഞ്ചിൻ്റെ ഒരു കാര്യങ്ങൾ പറയും. പക്ഷേ ഓവറോൾ എനിക്കിപ്പോൾ മനസ്സിലായിരിക്കുന്ന അനുസരിച്ച് ഒരു 500 ക്ലോസ് ടു 500 കിലോമീറ്റേഴ്സ് കിട്ടാൻ യാതൊരു കുഴപ്പവും ഉണ്ടാവാൻ സാധ്യതയില്ല VF7ൻ്റെ ടോപ്പ് ദ ലൈൻ, അതായത് 70.8 kWh ബാറ്ററിയുള്ള വാഹനത്തിന് കിട്ടാൻ സാധ്യത കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡ്രൈവർ സെൻട്രിക് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തപ്പോൾ ഇനി കോ പാസഞ്ചർ അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്ന ആളുകൾക്കുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്, അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ. അതുപോലെ തന്നെ ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജ് പവർ ഔട്ട്പുട്ടും കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വേണമെങ്കിൽ. ഇത് കൂടാതെ നമുക്കൊരു മൂൺ റൂഫ്, കംപ്ലീറ്റ് റൂഫ്, ഗ്ലാസ് റൂഫ് ഇതിൻ്റെ മുകളിൽ തന്നെ ഫ്രണ്ട് ടു ബാക്ക് ഫുൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു റൂഫാണ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കേർട്ടനും ഇതിൻ്റെ ഒരു ആക്സസറി ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ചൂടടിക്കുന്നുള്ളൊരു പ്രശ്നമില്ല. ആക്സസറിയും നല്ല കട്ടിയുള്ളതാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആകണം, അതാണ് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഉണ്ടെന്നുള്ളതാണ് അന്ന് നമ്മൾ ലോഞ്ചിന് പോയപ്പോൾ വിൻഫാസ്റ്റിൻ്റെ ആളുകൾ പറഞ്ഞു. പിന്നെ വന്നിരിക്കുന്ന ഈ ഗ്ലാസ് ഏരിയ, നമ്മൾ സൈഡിൽ നോക്കുമ്പോൾ ഈ ഒരു ഗ്ലാസ് ഏരിയ കുറച്ച് ചെറുതായിട്ടുള്ളൊരു ഫീൽ വരും. ഈവൻ വിൻഷീൽഡിലാണെങ്കിലും മറ്റുള്ളൊരു വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കുള്ള ഫീല്. ബട്ട് ഡെഫിനറ്റ്ലി മിനിമലിസ്റ്റിക് ആണ്. അധികം ഒന്നും വലിയ സ്ക്രീനുകളൊക്കെ നിറച്ച് സ്ക്രീനിലുള്ള അഭ്യാസങ്ങളൊന്നുമില്ല. ഒരു സ്ക്രീനിൽ തന്നെ എല്ലാ കാര്യങ്ങളും, ഓൾ ഇൻഫർമേഷൻസ് കംസ് ഇൻ ദിസ് സ്ക്രീൻ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ബട്ട് ഇറ്റ് ലുക്സ് നൈസ്, ഇറ്റ് ഈസ് വെരി നൈസ് എന്നുള്ളതാണ്. ഈ ബാക്ക് സീറ്റും കൂടെ നോക്കാം. സ്പേസ് ഞാൻ പറഞ്ഞ പോലെ ലെങ്ത് വൈസ്, അതിൻ്റെ വീൽ ബേസ് വൈസ് എല്ലാം നമ്പർ വൈസ് ഓക്കെയാണ്. നമുക്കിനി ബാക്കിലെ സീറ്റിൻ്റെ അല്ലെങ്കിൽ ബാക്കിൽ ഇരിക്കുമ്പോൾ എങ്ങനെയുണ്ട് നോക്കാം. നൈസ്. ബാക്ക് ഡോർ മാത്രമല്ല ഫ്രണ്ട് ഡോറും ഹെവിയാണ്. ആ ഒരു സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം ദ ക്വാളിറ്റി ഈസ് ഗുഡ്. ബോഡി ക്വാളിറ്റിയിൽ വലിയ കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ വരുന്ന സ്പേസ് ആണ്. ലുക്ക് അറ്റ് ദ സ്പേസ്, അമേസിങ് സ്പേസ്. ആകെ വരുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫ്ലോർ ഒരല്പം പൊങ്ങിയിരിക്കുന്ന കൊണ്ടുള്ളൊരു തായ് സപ്പോർട്ടിന് ഒരു ഇച്ചിരി കുറവുണ്ട്. അതുപോലെ സീറ്റിൻ്റെ വിട്ടും ഒരല്പം കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് തായ് സപ്പോർട്ടിന്. പക്ഷേ അതർവൈസ് ലെഗ് സ്പേസ് ഇസ് ഗുഡ്, ഹെഡ് റൂം ഇസ് പ്രിറ്റി ഡീസൻറ്റ്. പിന്നെ വരുന്ന ഇതിൻ്റെ ഈ ഒരു ഗ്ലാസ് ഏരിയ, നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഗ്ലാസ് ഏരിയ വളരെ കുറവാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ക്ലോസ്ട്രോഫോബിക് ഫീൽ അല്ലെങ്കിൽ സ്പേസ് കുറവാണെന്നുള്ള ഫീൽ നമുക്ക് ഇരിക്കുമ്പോൾ തോന്നും. പക്ഷേ ഒട്ടും തന്നെ കുറവല്ല വരുന്നത്. അതിൽ ബാക്കിൽ നമുക്കൊരു പോക്കറ്റെല്ലാം നൽകിയിട്ടുണ്ട്. 3 ഹെഡ് റെസ്റ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് USB പോർട്ടിനോടൊപ്പം ഒരു C ടൈപ്പ് ചാർജറും കൊടുത്തിട്ടുണ്ട്. 90 വാട്ട്സിനാണ് കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ഫാസ്റ്റ് ചാർജിങ് C ടൈപ്പ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ബ്ലോവർ നൽകിയിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ബാക്കിൽ വരുന്ന ആ ഒരു മൂൺ റൂഫിൻ്റെ എക്സ്റ്റൻഷൻ ഈ ഒരു ഭാഗത്ത് വരെ വന്നിട്ടുണ്ട്. സെൻറ്ററിൽ ഹാൻഡ് റെസ്റ്റ് വരുന്ന ഹാൻഡ് റെസ്റ്റിൽ നമുക്ക് ഒരു കപ്പ് ഹോൾഡറും നൽകിയിട്ടുണ്ട്. സോ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് ആണ്. ഞാൻ ഈ ഒരു സീറ്റിൻ്റെ ഒരു വിഡ്ത്തിൻ്റെ കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൊണ്ടും ഇറ്റ്സ് എ വെരി കംഫർട്ടബിൾ ലെഗ് സ്പേഷ്യസ് ക്യാബിൻ ആണെന്ന് തന്നെ പറയേണ്ടി വരും വിൻഫാസ്റ്റിൻ്റെ VF7ൻ്റെ ബാക്ക് റോ നോക്കുമ്പോൾ. സീറ്റ്സ് നമുക്ക് ഫ്രണ്ടിൽ മാത്രമായിരിക്കും നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ് കിട്ടുന്നത്, ബാക്കിൽ വെന്റിലേറ്റഡ് സീറ്റ് അല്ല. പക്ഷെ അത് ഇല്ലെങ്കിലും നമുക്ക് കിട്ടുന്നത് ഒരു 3 സ്റ്റെപ്പ് നമുക്ക് സീറ്റ് റിക്ലൈനിങ് പോസിബിൾ ആണ്. ഈ ഒരു പൊസിഷൻ വരെ നമുക്ക് റിക്ലൈൻ ചെയ്ത് ഇരിക്കാൻ പറ്റും. നല്ല കംഫർട്ടബിൾ പൊസിഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ഹെഡ് റെസ്റ്റ് ആണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്തൊരു ഹെഡ് സപ്പോർട്ടും ആ ഒരു സീറ്റിംഗ് കൊള്ളാം. ആ ഒരു ലെഗ് പ്രോബ്ലം അല്ലെങ്കിൽ ലെഗ് സപ്പോർട്ടിൻ്റെ ഒരു കുറവ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സീറ്റിംഗ് ഈസ് റിയലി ഗുഡ്. സോ ഓവറോൾ ഇൻറ്റീരിയർ നോക്കുമ്പോൾ എനിക്ക് എല്ലാ രീതിയിലും എനിക്ക് ഡിഫറൻസ് ഫീൽ ചെയ്തു. അതിൻ്റെ ക്വാളിറ്റിയിലും എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് തോന്നി. സ്പേഷ്യസ് ആണ്, നോ കോംപ്രമൈസ്. അതുപോലെ അത്യാവശ്യമല്ല എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇതിനകത്ത് ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ ഒരു കുഴപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു കൺസേൺ ആയിട്ട് വരാൻ സാധ്യതയുള്ളൂ ബാക്ക് സീറ്റിലെ ഈ ഒരു സീറ്റിൻ്റെ ആ ഒരു തൈ സപ്പോർട്ടും അതുപോലെ തന്നെ ഈ ഒരു ബ്ലോവറിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ഇതിൻ്റെ ഈ ഒരു ക്വാളിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. വേറെ ഒരു പ്രശ്നവും എനിക്ക് ഇൻറ്റീരിയറിൽ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് ജെന്യുവൻ ആയിട്ടുള്ള കാര്യമാണ്. സോ VF7ൽ നമുക്ക് 5 ഡിഫറെൻറ്റ് വേരിയൻസ് വരുന്നതിൽ എർത്ത് മാത്രമാണ് നമുക്ക് VF6ൻ്റെ ബാറ്ററി പാക്ക് വരുന്നത്. അതായത് 59.6 kWhന്റെ ബാറ്ററി പാക്ക് വരുന്നത്. അതിൻ്റെ കിട്ടുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ 438 കിലോമീറ്റേഴ്സ് ആണ് റേഞ്ച് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു എൻട്രി ലെവലായിട്ടാണ് വരുന്നത്. ബാക്കി വേരിയൻസിലെല്ലാം നമുക്ക് ബാറ്ററി പാക്ക് വരുന്നത് 70.8 kWhന്റെ ബാറ്ററി പാക്ക് ആയിരിക്കും വരുന്നത്. അതിൽ നമുക്കൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് വരുന്നുണ്ട്. ഫ്രണ്ട് വീൽ ഡ്രൈവ് നമ്മൾ നോർമലായിട്ട് വരുന്ന ഫ്രണ്ട് വീൽ ഡ്രൈവ് വരുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് ഓൾ വീൽ ഡ്രൈവും കിട്ടുന്നുണ്ട്. ഡ്യുവൽ മോട്ടർ, അത് ഫ്രണ്ട് ആക്സിലും റിയർ ആക്സിലും നമുക്ക് മോട്ടർ വെച്ചിട്ട് വരുന്നുണ്ട്. അത് നമുക്കൊരു ഓൾ വീൽ ഡ്രൈവ് എന്ന രീതിയിലാണ് വരുന്നത്. അത് ടോപ്പ് ഓഫ് ദ ലൈൻ VF7 ആയിരിക്കും കിട്ടുന്നത്.
സോ ഞാൻ പറഞ്ഞ ഈ ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവിന് നമുക്ക് കിട്ടുന്ന പവർ എന്ന് പറഞ്ഞാൽ 204 HP പവറും 310 Nm ടോർക്കുമാണ്. സോ അത് നോർമൽ പവർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. പവർ എന്താണെങ്കിലും കുറവൊന്നും ഒരു ഇലക്ട്രിക് വാഹനത്തിനും ഫീൽ ചെയ്യില്ല. അത് തന്നെയാണ് നമുക്ക് ഈ ഒരു VF7 ഫ്രണ്ട് വീൽ ഡ്രൈവിന് കിട്ടുന്നത്. എന്നാൽ അതിന്റെ ഓൾ വീൽ ഡ്രൈവിലേക്ക് വരുമ്പോൾ പവർ വരുന്നത് 353 HP പവറും 500 Nm ടോർക്കുമാണ്. അതാണ് ഇപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. സി നോർമൽ ഈക്കോ മോഡിൽ പോകുന്ന പോക്ക് കണ്ട് സ്പോർട്ട് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഫ്ലൈ ചെയ്യും. സോ ഇറ്റ്സ് എ വെരി പവർഫുൾ മെഷീൻ, ദാറ്റ്സ് എ ഹോൾ പോയിന്റ്. അപ്പം ഇതിനകത്ത് ഡ്യുവൽ മോട്ടർ വരുന്നത് പവർഫുൾ ആണ്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ കൂടാതെ ഈ പവർ ഉള്ള വാഹനമാണെങ്കിൽ പോലും ഇത്രയും പവർ തരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേഞ്ച് വരുന്നത് ഏകദേശം 500 മുകളിൽ റേഞ്ച് കിട്ടുന്നു. ഇപ്പോൾ ഇത് 65% ആണ് നമുക്ക് ചാർജ് കാണിക്കുന്നത്. അതായത് ഞാൻ ഏകദേശം ഒരു 20-25% ഞാൻ ഓൾറെഡി ഡ്രൈവ് ചെയ്തു. ഇപ്പോൾ ഈ 65% തന്നെ എനിക്ക് ഇതിനകത്ത് കിട്ടുന്ന പവർ അല്ലെങ്കിൽ ഇതിനകത്ത് കിട്ടുന്ന റേഞ്ച്, ഇനി ബാക്കിയുള്ള റേഞ്ച് എന്ന് പറഞ്ഞാൽ 332 കിലോമീറ്റേഴ്സ് ആണ്. ഇനി ബാക്കി 65% ഇനി ഓടും 332 കിലോമീറ്റേഴ്സ്. ദാറ്റ് മീൻസ് 500+ കിട്ടാൻ അല്ലെങ്കിൽ 500 കിട്ടാനായിട്ട് ഫുൾ ചാർജിൽ കുഴപ്പമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഡ്യുവൽ മോട്ടറുള്ള ഈ ഒരു വാഹനത്തിന് ഞാൻ പറഞ്ഞ പോലെ പവർ 353 HP പവറാണ് വരുന്നത്. അതുപോലെ 500 Nm ടോർക്കും. ഇതിൻ്റെ ഒരു പെർഫോമൻസ് പറയുകയാണെങ്കിൽ 0 to 100 എത്താൻ എടുക്കുന്ന ടൈം വെറും 5.8 സെക്കൻഡ്സ് മാത്രമാണ്. ആ ഒരു 5.8 സെക്കൻഡ്സിൽ എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് റോക്കറ്റ് ഫീലാണ് എന്ന് പറഞ്ഞു വരും. അതിൽ നമുക്ക് ഫുൾ പവറിലേക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഡിഫറെൻറ്റ് ഡ്രൈവ് മോഡ്സ് ഉണ്ട്. ആ ഡ്രൈവ് മോഡ്സിൽ ഈക്കോ, നോർമൽ, സ്പോർട്ട് എന്ന് പറയുന്ന മോഡ്സ് ഉണ്ട്. അതിൽ സ്പോർട്ടിൽ ഇട്ടാലാണ് കണ്ടോ ഫുൾ പവർ നമുക്ക് കിട്ടുന്നത്. സോ അതുപോലെ തന്നെ നമുക്ക് ഈ ഡ്രൈവ് മോഡ്സ് കൂടാതെ നമുക്ക് റീജനറേഷനും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ലോ, മിഡ് ആൻഡ് ഹൈ 3 റീജനറേഷൻ മോഡും കിട്ടുന്നുണ്ട്. ആ റീജനറേഷൻ ആണെങ്കിൽ ഇപ്പോൾ ഹൈവേയിലും നമ്മൾ ടൗണിലും ഒക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ റീജനറേഷൻ മോഡ് നല്ല രീതിയിൽ നമുക്ക് റേഞ്ചിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും, റേഞ്ച് ബെറ്റർ ആക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനെ 3 റീജനറേഷൻ മോഡും നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. സോ ദ ഓവറോൾ ഡ്രൈവ് ഫീൽ എന്ന് പറയുന്നത് എനിക്ക് ഒരു യൂറോപ്യൻ കാറൊക്കെ നമ്മൾ ഓടിക്കുന്ന ആ ഒരു ഫീല് എനിക്ക് ഇതിൻ്റെ ഡ്രൈവിൽ കിട്ടുന്നുണ്ട്. ആ ഒരു ഡ്യുവൽ മോട്ടറിൻ്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും ഒരു ഹെവി ഫീൽ. ഈവൻ ഡോറൊക്കെ അടയ്ക്കുന്ന സമയത്താണെങ്കിലും ആ ഒരു ഡോറിനൊക്കെ ഒരു ക്വാളിറ്റി ഡെഫിനറ്റ്ലി നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. ഒരു യൂറോപ്യൻ കാർ ഓടിക്കുന്ന ആ ഒരു സെയിം ഒരു ഡ്രൈവ് ഫീല് ഇതിൻ്റെ ഡ്രൈവിൻ്റെ സമയത്ത് എനിക്ക് കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ ഇതിൻ്റെ സസ്പെൻഷനാണ്. സസ്പെൻഷൻ ഒത്തിരി സോഫ്റ്റ് അല്ല, ഒരു സോഫ്റ്റ് സസ്പെൻഷൻ അല്ല വരുന്നത്. ഒരു നോർമൽ റോഡിലൂടെ പോകുമ്പോൾ ഒരു സോഫ്റ്റ് ഫീൽ വന്നാൽ പോലും നമ്മൾ ഇച്ചിരി മോശം റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സ്റ്റിഫ്നെസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു പക്ഷേ ഒരു പവർ കൂടുതലായതുകൊണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു കൺട്രോളിനെ, ഡൈനാമിക്സിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും ഒരു സ്റ്റിഫ്നെസ് നമുക്ക് ഇതിൻ്റെ ഡ്രൈവിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ദാറ്റ് ഗിവ്സ് എ ലോട്ട് ഓഫ് ആ ഒരു കൺട്രോളും ആ ഒരു ഡൈനാമിക്സിനെ ബെറ്റർ ആക്കുന്ന രീതിയിലെല്ലാം നമുക്കൊരു കോൺഫിഡൻസ് ഡ്രൈവിൻ്റെ സമയത്ത് കിട്ടുന്നുണ്ട്. സോ ആ ഒരു ഡ്രൈവബിലിറ്റിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ആ ഒരു സ്റ്റിഫ്നെസ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാമാണ് ഡ്രൈവിൽ നമുക്ക് ചെയ്യുന്നത്. ബ്രേക്കിംഗ് ബെറ്റർ ആണ്, ബ്രേക്കിംഗ് ഈസ് ഓൾസോ ഓക്കെ. സ്റ്റിയറിംഗ് ഫീല് എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടമാണ്. സ്റ്റിയറിംഗ് ചെറുതായി കഴിഞ്ഞപ്പോൾ ചെറിയ സ്റ്റിയറിംഗ് ആണ്. നമ്മൾ നോർമലായിട്ട് കമ്പയർ ചെയ്യുന്ന മറ്റു വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്താൽ സ്റ്റിയറിംഗിൻ്റെ സൈസ് ചെറുതാണ്. ആ ഒരു സ്പോർട്ടി ഫീല് കിട്ടാൻ വേണ്ടി സ്റ്റിയറിംഗ് സൈസ് ചെറുതായിട്ടാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഈ സ്റ്റിയറിംഗ് എനിക്കിഷ്ടമാണ്. അത് ഡ്രൈവിൻ്റെ ഒക്കെ വളരെ സ്പോർട്ടി ഫീല് തരാനായിട്ട് ഈ ഒരു സ്റ്റിയറിംഗ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാവരും സംസാരിക്കാനോ അല്ലെങ്കിൽ ചിന്തിക്കുന്നതിൻ്റെ സേഫ്റ്റിയുടെ കാര്യമായിരിക്കാം. എല്ലാവർക്കും ഇപ്പോൾ സേഫ്റ്റി ആണല്ലോ ഇമ്പോർട്ടൻറ്റ്. ഇപ്പം സേഫ്റ്റി വരുന്നത് ഇതിനകത്ത് ഇപ്പോൾ ഒരു 7 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് തന്നെ വരുന്നുണ്ട് എല്ലാ വേരിയൻസിലും. അതുപോലെ തന്നെ ഇതിനകത്ത് അഡാസ് ലെവൽ 2 കിട്ടുന്നുണ്ട്. റഡാ ബേസ്ഡ് ആയിട്ടുള്ള ലെവൽ 2 അഡാസും നമുക്കിപ്പോൾ വിൻഫാസ്റ്റിൽ ലഭിക്കുന്നുണ്ട് VF7. ഇത് കൂടാതെ ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ ഒരു വണ്ടിയുടെ സേഫ്റ്റി നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫീലിൽ വരുന്നത് ഇതിൻ്റെ ഡോറിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ അങ്ങനെ വാഹനത്തിൻ്റെ വെയിറ്റ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഹെവി. ആ ഒരു ക്വാളിറ്റി ഡെഫിനറ്റ്ലി ഈ വാഹനത്തിലുണ്ടെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. വിൻഫാസ്റ്റ് 2 കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ളതാണ് പ്രസ് റിലീസിൻ്റെ സമയത്ത് നമുക്ക് പറഞ്ഞത്. ഒന്ന് അതിൻ്റെ റേഞ്ചിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്യില്ല എന്ന് പറഞ്ഞു. 2നും ഇപ്പോൾ ഈ വാഹനത്തിനും നല്ല റേഞ്ച് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് വിലയിലാണ്. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസിൽ തന്നെ ആയിരിക്കും വിൻഫാസ്റ്റ് വരുന്നതെന്ന് അവർ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ VF6 വന്നിരിക്കുന്നത്. VF6 16.49 lakhs-നാണ് VF6 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പ് ദ ലൈൻ ഡ്യുവൽ മോട്ടറുള്ള ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ കാണിച്ച എല്ലാ കാര്യങ്ങളുള്ള ഈ വാഹനത്തിൻ്റെ വില ഷോറൂം പ്രൈസ് വരുന്നത് 25.49 lakhs-നാണ് ഷോറൂം പ്രൈസ് വരുന്നത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു റേഞ്ച് കിട്ടുന്ന ഒരു വാഹനം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു
മാർക്കറ്റിൽ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് വെരി കോമ്പറ്റീവ് പ്രൈസ്. ആ ഒരു എൻട്രി ആയതുകൊണ്ട് അല്ലെങ്കിൽ പുതിയൊരു മാനുഫാക്ചർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നതുകൊണ്ടായിരിക്കാം ആ ഒരു പ്രൈസിലെ കോമ്പറ്റീറ്റീവ് ആ ഒരു പ്രൈസ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഈ പ്രൈസിന് ഇത് വർത്ത് ആണെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് മാത്രമല്ല, ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് അവർ പറഞ്ഞിരുന്നു 3 years കംപ്ലീറ്റ് ചാർജിങ് ഫ്രീ ആണെന്നുള്ള കാര്യം. വിൻഫാസ്റ്റിൻ്റെ അവരുടെ ഒരു ചാർജിങ് സെറ്റപ്പിൽ പോയി നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ 3 years കംപ്ലീറ്റ് ഫ്രീ ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് റെഡി ആകാത്തതുകൊണ്ട് തന്നെ ഒന്നുമില്ലെങ്കിൽ യു ക്യാൻ ഓപ്റ്റ് ഫോർ ദാറ്റ്. റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ VF7 ഏകദേശം 75,000 rupees അവർ കുറച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഒന്നുമില്ല യു ക്യാൻ ഓപ്റ്റ് ആ ഒരു 3 years ചാർജിങ് കംപ്ലീറ്റ് ഫ്രീ ആണെന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ച് കമ്പനി തരും. ദാറ്റ് മീൻസ് VF7 75,000, VF6 ഏകദേശം 60,000 നമുക്ക് കുറച്ചുണ്ട്. സോ ഓവറോൾ പ്രൈസിൽ നമുക്ക് വീട്ടിൽ സോളാറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഓപ്റ്റ് ചെയ്യേണ്ട. വി കൻ ഓപ്റ്റ് ദ പ്രൈസ് ഓഫർ നമുക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പം പ്രൈസ് വളരെ കുറവായിരിക്കും. സോ അതാണ് ഇതിൻ്റെ ഹോൾ പോയിന്റ്.